ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. നമ്മുടെ നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും പങ്കെടുപ്പിക്കുന്ന ഈ റോട്ടിലെ തരം പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദമായി തന്നെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. മതി മതി, നിന്റെ ഭയങ്കര അട്ടാസനവൻ. ഇവനാ ഈ പരിപാടിയിലെല്ലാം വലിയവൻ. സമ്മതിച്ചടാ? സമ്മതിച്ചു. വന്നല്ല വരമാല. ചേട്ടാ, ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ചേട്ടനോട് വരാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. ചേട്ടനോട് ഞാൻ ഇന്നലെ വന്ന് പറഞ്ഞാൽ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ നേരത്തെ കാലത്തോടെ വരണം എന്നുള്ളത്. ഞാൻ ഈ ചേട്ടനെ കാണാൻ വേണ്ടി മിനിഞ്ഞാന്ന് ചേട്ടന്റെ വീട്ടിൽ വന്ന്, ചേട്ടന്റെ ആറ്റിങ്കരയിലുള്ള വീടുണ്ടല്ലോ അവിടെ വന്ന്. ചേട്ടൻ ഇപ്പൊ ആറ്റിങ്കരയിലൊക്കെ താമസം മാറ്റിയാ? ഞാൻ എന്നെ മാറി. നന്നായി ചേട്ടാ. ആറ്റിങ്കരയിലാണെങ്കിൽ പെണ്ണുങ്ങളുടെ കുളിയും നനയും തുണിയലക്കും എല്ലാം ഭയങ്കര വൃത്തികേടുകളാ. ഇപ്പൊ എവിടെയാ താമസം? ഇപ്പൊ ഞാൻ ആറ്റിന്റെ അരികത്തോട്ടാക്കി. അതെന്താ? പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. നമുക്ക് എല്ലാം ക്ലിയർ ആവണം. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഓ അങ്ങനെ. ചേട്ടൻ മിനിഞ്ഞാന്ന് എന്ത് പരിപാടി ഇവിടെ കാണിച്ചു? മിനിഞ്ഞാന്ന് ഇവിടെ മന്ത്രി വരും, ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടനോട് പറഞ്ഞു ദാ സ്റ്റേജിന്റെ ദാ മൂലയ്ക്കും നല്ല ഏത്തക്കൊല വാഴകൾ കൊണ്ടുവന്ന് കുത്തി വെക്കണമെന്ന് പറഞ്ഞു. നല്ല കൊലച്ചു വെക്കുന്ന ഏത്തവാഴകൾ. എന്നിട്ട് ചേട്ടൻ എന്ത് പരിപാടി കാണിച്ചത്? ചെറിയ വാഴയുടെ ചിത്രമുള്ള തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരിക്കുന്നു. ഇവിടെ ആരാ വരുമെന്ന് പറഞ്ഞേ? മന്ത്രി തന്നല്ലോ. അതെ. ഇവനൊക്കെ ആരെങ്കിലും ഇന്നേ വരെ സമയത്തും കാലത്തും വന്നിട്ടുണ്ടാ? അതുകൊണ്ടാണ് ഞാൻ 2 വാഴത്തൈ ചോദിച്ചത്. ഇവന്മാരൊക്കെ വരുന്ന സമയമാകുമ്പോ അത് കൊലച്ച് കൊലവാഴ ആയിക്കോളും കേട്ടാ. അതുകൊണ്ട് ബുദ്ധി വേണം, ആ രീതിയിൽ പോണം. അത് ശരി. അല്ല, ഈ നാട്ടിലെത്താനും പരിപാടി ആയതുകൊണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ ഇവിടെ റേഡിയോ മാങ്ങോ എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുക. എനിക്കറിയാം, നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് നീ പ്രശ്നം കാണിക്കുന്നു. അതെ ശരി, ഇതിനൊരു ജഡ്ജി വേണം, അങ്ങനെ ഒരു പരിപാടി വേണം. പക്ഷേ എനിക്ക് ഇവിടെ പങ്കെടുക്കണം. ചേട്ടന് പങ്കെടുക്കാം, തീർച്ചയായിട്ടും പങ്കെടുക്കാം. അപ്പൊ നീ എന്തിനാ ഇത്രയും ഗ്ലാമറായിട്ട് നിൽക്കുന്നതിന്റെ കാര്യം? ഗ്ലാമറായിട്ട് നിൽക്കുന്ന വേറൊന്നുമല്ല, ഈ നാട്ടിലെ തരം പരിപാടിയല്ലേ, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി നല്ല പെമ്പിള്ളാരൊക്കെ വരുമല്ലോ. അപ്പൊ ആരെങ്കിലും അതായവന്റെ ഉദ്ദേശം, വളപ്പ്. പൊന്നു മോനെ, സെറ്റപ്പ് നടക്കില്ല. നീ പ്രേമിക്കാൻ നിൽക്കരുത്. എടാ, പ്രേമൊന്നും ശരിയല്ലെന്ന്. അങ്ങനെ പറയുന്നത് ഇപ്പോഴത്തെ പ്രേമം പഴയ പ്രേമമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നീ ഇപ്പൊ പ്രേമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രേമമാണ്. എങ്ങനെ? അവര് വരും, വന്ന് നിന്നെ സംസാരിക്കും, ചാറ്റിങ്, അവസാനം കഴിയുമ്പോ അവളെ ചീറ്റ് ചെയ്തിട്ട് പോകും. അപ്പൊ പക്ഷെ പഴയ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പഴയ പ്രേമം എന്ന് പറഞ്ഞാൽ മറ്റേ നള ദമയന്തി പ്രേമമാണ്. ഹംസം ദൂതായിപ്പാണ് പരിപാടി. നമ്മുടെ നളൻ ദമയന്തി ഹംസത്തെ ദൂതായിട്ട് അയക്കുന്നത്. അല്ല, ചേട്ടൻ എങ്ങനെ ഈ ഹംസത്തെ ദൂതായിട്ട് അയച്ചിട്ടുണ്ടോ? നമ്മുടെ കാലത്ത് ഹംസമൊന്നും ഇല്ലെന്നെ. പിന്നെ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നൊരു കോഴി എഞ്ഞ് പിടിച്ച്, എന്നിട്ട് കോഴി പിടിച്ചിട്ട് ലെറ്റർ എഴുതിയിട്ട് അതിന്റെ കാലിൽ കെട്ടിട്ട് അടുത്ത വീട്ടിലെ ശാന്തര വീട്ടിലോട്ട് പറത്തി വിട്ട് കൊടുത്ത്, എന്നിട്ട് അപ്പൊ തന്നെ മറുപടി കിട്ടിയ? അപ്പൊ കിട്ടിയില്ല, അരമണിക്കൂർ കഴിഞ്ഞപ്പോ കിട്ടി. എന്ത്? ചിക്കൻ കറി കൊള്ളാം, ഇനി ഇതുപോലുള്ള കോഴികളെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞത് പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏതെങ്കിലും ഒരെണ്ണത്തിന് വളച്ചോണ്ടാ ഞാൻ ഇന്ന് പോകുന്നു. മോനെ, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പെണ്ണുങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. 4ആയിട്ട്? എങ്ങനെ? അതായത് പിന്നെ ഗേൾഫ്രണ്ട്, കാമുകി, വൈഫ്, സ്റ്റെപ്പിനി. ഇവരെ 4 പേരെ നമുക്ക് മൊബൈൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെടുത്താം. മൊബൈൽ കണക്ഷൻ ഞാൻ ക്ലിയർ ആയി തരാം. അതായത് ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീപെയ്ഡ് കണക്ഷനാ. പ്രീപെയ്ഡ് കണക്ഷൻ 1 മാസം വരെ കാണും. നമ്മൾ 1 മാസം വരെ അവളെ കാണുക, സംസാരിക്കുക, എന്തെങ്കിലും ചെറിയ മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. 1 മാസം കഴിഞ്ഞ് നീ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. റീചാർജ് ചെയ്തില്ലേ കട്ടാവും. ഇനിയിപ്പോ കാമുകി എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാ. പോസ്റ്റ് പെയ്ഡ് കണക്ഷനാ. പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ അതെങ്ങനെ? 1 വർഷം വരെ കാണും. 1 വർഷത്തേക്ക് നമ്മൾ എടുക്കുക, ഇങ്ങനെ സംസാരിക്കുക, 2000 രൂപയ്ക്ക് മേലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താലേ സ്വീകരിക്കൂ. അപ്പൊ കൊണ്ടുവരുന്ന കറങ്ങുക. പിന്നെ നമുക്ക് അവളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വേണമെങ്കിൽ വിടാം, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് ചാർജ് ചെയ്തോണ്ടിരുന്നാൽ അവിടെ കണ്ടിന്യൂ. അത് ശരി. അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് കണക്ഷനാ. മരിച്ചാലും ബില്ല് വന്നുകൊണ്ടിരിക്കും, നേരിട്ട് കുഴിയിൽ വന്നുകൊണ്ടിരിക്കും, ചത്താലും വിട്ടു പിരിയില്ല. അതാണ് ലൈഫ് ലോങ് കണക്ഷൻ. അപ്പൊ സ്റ്റെപ്പിനി കോയിൻ ബോക്സ്. ആവശ്യമുള്ളപ്പോ കാശ് ഇടുക, വിളിക്കുക, കട്ടാക്ക, പോവുക. അപ്പോ ഇതിൽ ഏതാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ നീ തെരഞ്ഞെടുത്തോ. അവസാനം നമ്മളെ കുറ്റം പറയരുത്. ഇതാ സംഭവം. ഓക്കെ. അല്ല ചേട്ടാ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് പിള്ളേരൊന്നും വന്നില്ല? എന്റെ പിള്ളേരൊക്കെ വേറെ പരിപാടി തന്നെ. അല്ല, ചേട്ടന് എത്ര മക്കളാ? 3 മക്കള്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തവൻ തിരുത്തൽവാദി, 2ാമത്തവൻ മഞ്ഞന ഈശ്വരവാദി, 3ാമത്തെ മാത്രം തീവ്രവാദി. അപ്പൊ ചേട്ടന്? ഞാനല്ലേ ഇതിനെല്ലാം ഉത്തരവാദി. പിന്നെ നമ്മളുള്ളുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ കിടന്നും വളരണത്. അതല്ലേ ചേട്ടാ, നല്ല മക്കൾ ഉണ്ടാവണമെങ്കിൽ യോഗം വേണം. പിന്നെ അയ്യവൻ പറയുന്ന പോലെ ഇതുപോലെ ഒരു പൊതുയോഗം വിളിച്ചു വിട്ടിട്ട് പിള്ളേർ ഉണ്ടാകാം. നീ പോടാ. അതല്ല,
ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള തലതെറിച്ച മക്കളെ സൃഷ്ടിക്കുന്ന നേരത്ത് വല്ല തെങ്ങും വെക്കുവാണെങ്കിലേ ഈ നേരത്ത് നല്ലൊരു കൊപ്ര മുതലാളി ആവാൻ മേലായിരുന്നാ. പിന്നെ പാതിരാത്രി 12:30 1 മണി സമയത്താണ് തെങ്ങ് വെക്കണ. ഇവനൊക്കെ വേറെ ചെറുത്തേട്ടവർ. നീ പോരാ എന്റെ അതൊക്കെ പോട്ടെ. അല്ല, ഇത്ര ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഈ ചേട്ടൻ എന്തിനാണ് അപ്പുറത്തെ വീട്ടിൽ ആ സുമതിയുടെ പുറകെ നടക്കുന്നത്? അതിപ്പോ വലിയ കുറ്റോട് ഞാൻ ചോദിക്കട്ടെ, സത്യമാണേ പറ. എടാ, ഈ പവർ കട്ട് സമയത്ത് ഒരു ജനറേറ്റർ ഉള്ളത് നല്ലല്ലേ? അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത് ശരി. അപ്പൊ ചേട്ടൻ ഭാര്യനെ ഉപേക്ഷിച്ചു? പിന്നല്ലാതെ. അതെന്താ ഭാര്യനെ ഉപേക്ഷിക്കാൻ കാരണം? അതൊക്കെ ഒരുപാട് കാര്യമുണ്ട്. ഞാൻ അതിലോട്ട് കിടക്കണ്ട. അല്ല, കാരണം എന്താന്ന് പറ. പറഞ്ഞേ തീരുള്ളെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ ഇപ്പൊ പറഞ്ഞു, നിന്റെ വീട്ടില് നീ ഒരു പശുവിനെ മേടിച്ചു. നീ ഒരു പശുവിനെ വാങ്ങിക്കഴിഞ്ഞാ അതിന് പുളിയരിപ്പൊടിയും സമയത്തിന് പുണ്ണാക്കും പിന്നെ വക്കോലും അതുപോലെ തന്നെ പുല്ലെല്ലാം കൊടുത്ത് കുളിപ്പിച്ച് വളർത്തിയിട്ട് നാട്ടുകാരൻ വന്ന് കറന്നോണ്ട് പോയി കഴിഞ്ഞാൽ നീ സഹിക്കുവോ? അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് ചെയ്തത്. അത് നീ മനസ്സിലാക്കണം. അല്ല, ചേട്ടൻ ഇപ്പൊ ഉപേക്ഷിച്ച് പോയ ഭാര്യ ഉണ്ടല്ലോ ശ്യാമള ചേച്ചി. ഈ ശ്യാമള ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യുന്നെന്ന് ചേട്ടൻ വല്ല അന്വേഷിക്കാറുണ്ടോ? അവക്ക് ജോലി ഉണ്ടെന്നെ. എവിടെ? റെയിൽവേയില്. റെയിൽവേയില് ജോലി കിട്ടിയ സുഭിക്ഷായി അടിപൊളിയാണ്. നല്ല രീതിയിൽ ജീവിച്ചു പോകാം. അല്ല, റെയിൽവേയിൽ ഏത് സെക്ഷനിലെ ജോലി? സെക്ഷനാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അവിടെ ഒരുങ്ങിയൊക്കെ നിക്കണ കാണാം. സെക്ഷൻ ആയെന്ന് അറിയണമെങ്കിൽ നീ ഒന്ന് ചെന്ന് നേരിട്ട് ചോദിച്ചു. പോകുമ്പോ 10-200 കൈ വേണം. സെക്ഷൻ മനസ്സിലായി. അപ്പൊ ചേട്ടാ, ആരും പറഞ്ഞു നമ്മുടെ ഈ പരിപാടി തുടങ്ങാനുള്ള സമയമായി. അപ്പൊ റേഡിയോ മാങ്ങയുടെ നാട്ടിലെ താരം ഇപ്പോൾ റോട്ടിലെ താരമായി. ഈ റോട്ടിലെ താരത്തെ കണ്ടുപിടിക്കാനുള്ള പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ പരിപാടിയിൽ ജഡ്ജായിട്ട് വന്നത് ആരാണെന്നുള്ള അറിയാലോ. ആരായാലും എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ഈ റേഡിയോ മാങ്ങ എന്ന് പറയുന്ന പരിപാടി നടക്കുന്നെങ്കിൽ എനിക്ക് ആദ്യം വെള്ളം അടിച്ചുകൊണ്ട് പറയുമല്ല, ചേട്ടൻ ഞാൻ നല്ലൊരു അവസരം തന്നിരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഒരു ജഡ്ജാണ് ഇവിടെ വരാൻ പോകുന്നത്. ലോകത്തെവിടെ റിയാലിറ്റി ഷോ നടന്നാലും അവിടെ പോയിരുന്നു കുറ്റം പറയാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ടിട്ടുള്ള ഒരു വിശിഷ്ടനായ ജഡ്ജ്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ ഭരത് സാർ. നിറഞ്ഞ കൈയടിയോടെ നമുക്ക് ഭരത് സാറിനെ സ്വാഗതം ചെയ്യാം. അതാ വന്ന ആടി ആന വന്ന പോലെ. ഇവിടെ ലുക്ക് കിട്ടുന്നുണ്ടാ? ഓ, എന്താ പൊന്നോ സാറേ. അപ്പൊ നമുക്ക് മുണ്ടഴിച്ചിട്ട് പറഞ്ഞപ്പോ അവിടെ അഴിച്ചിട്ട് അവിടെ അഴിച്ചിട്ടാണല്ലോ എടുത്ത് കൊടുക്ക്. അപ്പൊ പരിപാടി ആരംഭിക്കല്ലേ? പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, എനിക്ക് പാട്ട് പാടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യത്തെ പാട്ട് നമ്മുടെ നാട്ടിലെ ഏക ഒരു താരമാണ്. നിരവധി താരങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുണ്ട്. അപ്പൊ ചെറിയൊരു മദ്യപാനിയാണെങ്കിൽ നന്നായിട്ടൊക്കെ പാട്ട് പാടും. അപ്പൊ നമ്മുടെ ബാലൻ ചേട്ടൻ നമുക്ക് വേണ്ടി ആലപിക്കുന്ന ഒരു മനോഹരമായ ഗാനത്തോടു കൂടി നമ്മുടെ റേഡിയോ മാങ്ങയുടെ റോട്ടിലെ താരം പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ബാലൻ ചേട്ടനെ ഈ പരിപാടിയിൽ പാട്ട് പാടാൻ വേണ്ടി ആർദ്രമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. സർ, എല്ലാത്തിനും വെറൈറ്റി ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാരും യേശുദാസ് അണ്ണൻ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ അതിനെ പാടിയാണ് വരുന്നത്. ഞാൻ എല്ലാം വെറൈറ്റി പാട്ട് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പാടിത്തരാം. എനിക്ക് എന്നെ തരണം. തുടങ്ങണ്ട. അവരെല്ലാം അയച്ചു പോയി. ഉള്ള പോലെ തന്നെ പറഞ്ഞെടുത്ത് അണച്ച് കാണാൻ പോവാനേ കുഴിയിൽ തന്നെ കൊണ്ടിടാനേ. എന്താടാ? അല്ല, ഞാനല്ലേ പറഞ്ഞ, നീ എന്റെ ഇടയിൽ എന്തുവാ? വ്യത്യസ്തനാമൊരു സിംഹറമ്പാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. റേഡിയോ മാങ്ങയ്ക്ക് അഭിമാനമാകും, റേഡിയോ മാങ്ങയ്ക്ക് അഭിമാനമാകും. സിംഹറമ്പാല നിനക്ക് അഭിവാദ്യം. ബാലൻ ഒരു കാലൻ അടിമുടി വീരൻ, വെള്ളമടി വീരൻ അടിമുടി കോലം. ഒരു കോലം നമ്മുടെ കാലൻ ബാലൻ കാലൻ കാലൻ. വ്യത്യസ്തനാമൊരു ഗുണ്ടയാമ്പാലനെ സത്യത്തിൽ ഞാൻ തിരിച്ചറിയുന്നു. അപ്പൊ ഏതായാലും നമ്മുടെ ബാലൻ ചേട്ടന്റെ പെർഫോമൻസ് കഴിഞ്ഞ് അപ്പൊ ഇത് നമ്മുടെ ഭരത് സാറിനോട് ചോദിക്കാം. ഭരത് സാർ, കുട്ടാ നന്നായില്ല കുട്ടാ. കുട്ടാ ഒന്നും പറയാനില്ല കുട്ടാ. താങ്ക് യു സാർ. ഒന്നും പറയാനില്ല. താങ്ക് യു. ഞാൻ പറഞ്ഞ കൂടെ പോകുമ്പില്ലേ മോനെ എന്നാ മോനെ കാണിച്ചു? മോനെ ഞാൻ അസലായിട്ട് പാടും. മോനെ ഇതിപ്പോ ഓരോ മോനെ ശ്രദ്ധിക്കണ്ടേ? മോനെ ഒന്നും ശരിയായില്ല.
തുടക്കത്തിലുണ്ടല്ലോ മോനെ പാടിപ്പോ നന്നായിരുന്നു മോനെ, തുടക്കം നന്നായിരുന്നു മോനെ, ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവസാനമായപ്പോണ്ടല്ലോ മോനെ മോൻ നശിപ്പിച്ചു കളഞ്ഞു, തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ പാടാൻ പാടില്ല കേട്ടോ. മോനെ ആരാ മോനെ ഗുരു? ശ്രീനാരായണ ഗുരു. മോനെ സംഗീതത്തിലെ ഗുരു ആരാ? അതെന്റെ അച്ഛനാണ്. ആരാ മോനെ അച്ഛൻ? മഹാകവി ഉൽപ്പു. മോനെ അവരുടെ പേര് അവൾ കേട്ടിട്ട് പോലുമില്ലല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. പിന്നെ മോനെ പാട്ടൊക്കെ കൊള്ളാട്ടോ. എന്റെ മോനെ ഈ അച്ഛൻ മഹാനായിരുന്നു. പിന്നെ മഹാനാണ്, പേരേട്ട കവിയായിരുന്നു. എന്തായിരുന്നു? സംഗീതത്തിലെ മറ്റേ ഇതിലുണ്ട്, മറ്റേ നിഘണ്ടു. സംഗീതത്തിലെ നിഘണ്ടു എല്ലാം അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ്. അരച്ച് കലക്കി കുടിച്ച അച്ഛൻ മരിച്ചുപോയി. എങ്ങനെ മരിച്ചു മോനെ? നിഘണ്ടു എല്ലാം കൂടെ അരച്ച് കലക്കി കുടിച്ചപ്പോ സ്റ്റാപ്ലർ തൊണ്ടേ കുരുങ്ങി ചത്ത്. മോനെ സംഗതി കൊള്ളായിരുന്നു കേട്ടോ മോനെ, പക്ഷെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. മോൻ ട്യൂൺ ചെയ്തിട്ടുണ്ടോ? ട്യൂൺ ചെയ്തിട്ടുണ്ടോ മോനെ? എനിക്കിഷ്ടമാണ് അത്, ട്യൂൺ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. മോനെ ഈ ട്യൂൺ ചെയ്തപ്പോ മോനെ നീലാംബരിയാണോ കല്യാണിയാണോ മോൻ ട്യൂൺ ചെയ്തിട്ടുള്ളത്? ഇവർ രണ്ടുപേരും അല്ല, മടത്തറ ശാന്ത. സത്യം നോക്കിയാൽ മതി, കൂടെ വരും. മോനെ കൂത്തമ്പല അമ്മണിയല്ലേ കുറച്ചുകൂടെ മോനെ മോനെ അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് വളരെ ഒരു തുടങ്ങിയപ്പോ വളരെ മനോഹരമായിരുന്നു മോനെ. പിന്നെ ഇടയ്ക്ക് വെച്ച് അങ്ങ് പോയി മോനെ, കിട്ടിയില്ല, പറ്റില്ല. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാട്ട് സംഗീതം എന്ന് പറഞ്ഞൊരു വലിയ കടലാ, അത് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ മൂത്ത് മാറിക്കൊണ്ടിരിക്കുക ഇപ്പോഴും, അറിയാമല്ലോ നിങ്ങൾക്ക്. മൂപ്പനാ, ഈ മൂപ്പൻ പറയുമ്പോൾ മോൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മോനെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോൻ പാടി ആ തുടക്കം കഴിഞ്ഞ് പല്ലവിയൊക്കെ കഴിഞ്ഞു മോനെ, അതെല്ലാം മനോഹരമായി മോനെ. ഈ പാട്ടിന്റെ തുടക്കം ഋഷഭാ, അവസാനം എന്താണെന്നറിയോ? ഈ ഋഷഭം പാടുമ്പോൾ മോൻ ഷഡ്ജം ഇട്ടോ? ഇട്ടായിരുന്നു മോനെ ഷഡ്ജം? ഇട്ടായിരുന്നു മോനെ, ഷഡ്ജം ഇട്ടില്ല. അതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ. ഇട്ടായിരുന്നു മോനെ ഓർത്ത് നോക്കിക്കോ മോനെ. ഒരു മിനിറ്റ്. അല്ല, അത് മോൻ ഷഡ്ജം ഇട്ടില്ല, അത് വളരെ രാവിലെ വെച്ച് വെള്ളടിക്കുന്നതിന് മുമ്പ് കുളിച്ച് ഇതിട്ടിട്ടാണ് മുണ്ടെടുത്തത്. ഞാൻ മോനെ ഷഡ്ജം ഇട്ടില്ല മോനെ. മോൻ അങ്ങനെ ഇട്ടായിരുന്നെങ്കിൽ സംഗതി താഴെ പോയില്ലായിരുന്നു. മോനെ ഓർത്ത് നോക്കിക്കോ. ഷഡ്ജം ഇട്ടില്ല, എനിക്കറിയാവുന്നല്ലോ, ഞാൻ കണ്ടല്ലോ. ഇട്ടായിരുന്നു വൈറ്റ്. മോന് സംഗീതത്തിൽ വൈറ്റ് ഷഡ്ജോ? മോന് സംഗീതത്തിൽ വൈറ്റ് ഒന്നും വരില്ല, കൂടിപ്പോയ ഒരു വെള്ളി വരും. വെള്ളിയൊന്നും ഇടാനുള്ള ത്രാണിയൊന്നും ആയില്ല. നമ്മള് പാവങ്ങളാ, 10 രൂപയ്ക്ക് 4 എണ്ണം കിട്ടും. നമ്മൾ തെങ്ങി കയറാൻ പോണ നമ്മളെ ഇത് കേട്ടാ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കാര്യം ചെയ്യുമ്പോൾ തെണ്ടിക്കോട്ടെ അല്ലേ? അതെ അതെ, നമുക്ക് മാർക്കൊന്നും അറിയാം സാർ. അപ്പോ നമ്മുടെ ഇത്രയും നേരം പെർഫോമൻസ് നടത്തിയ നമ്മുടെ ബാലൻചേട്ടന്റെ മാർക്ക് അറിയാൻ പോവുകയാണ്. ഭരത് സാർ, മോനെ ഒരു കവിയാണ്, മോനെ എല്ലാം ഇഷ്ടപ്പെട്ടു മോനെ. അത് മോനെ ഞാൻ അറിഞ്ഞങ്ങ് തരുവാ. ഞാൻ 100 ഇട്ടു. ഞാൻ 50 ഇട്ട്. എന്തിനാ? പൈൻ്റെ എടുക്കാം മോനെ, അത് മതി കേട്ടോ. അങ്ങനെ ചെറിയ ഒരു ഇത് പോരെ സാർ. എനിക്കിപ്പോ ഇനി മാർക്കൊന്നും വേണ്ട. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഒരു പാട്ടും കൂടെ പാടിയിട്ട് പോകും. മോനെ ശാസ്ത്രീയം പഠിക്കാതെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പാടില്ല. ക്ലാസിന്റെ എല്ലാ ഏർപ്പാടും എനിക്കറിയാം. അല്ല കുട്ട, അത് ശ്രദ്ധിക്കണ്ടേ കുട്ട. മോനെ കുട്ടൻ ഏതാ പാടുന്നത്? ഞാൻ മറ്റേ പാട്ട്, മോഹൻലാലിന്റെ ഗംഗ എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടും. അമ്മയുടെ സാർ മോനെ ആ പാട്ടിനെടുത്ത് പാടില്ല. ദാസേട്ടൻ 3 മിനിറ്റ് ശ്വാസം പിടിച്ച് സ്റ്റുഡിയോ വെച്ച് പാടിയ പാട്ടാ. 3 മിനിറ്റല്ലേ ശ്വാസം പിടിക്കുന്നത്? ഞാൻ വെള്ളത്തില് 1/2 മണിക്കൂർ ശ്വാസം പിടിച്ച് മുക്കിലിട്ട് മണലൂറ്റുകാരനാണ് ഞാൻ. അപ്പൊ എനിക്ക് 1/2 മണിക്കൂർ മുക്കിലിടണം, എനിക്ക് ഇത് 3 മിനിറ്റ് ഈസി. ഒന്ന് പാടിക്കോ മോനെ. പ്രിയമുള്ളവരെ അനുഗ്രഹിക്ക. ഗംഗ എന്ന് പറയുന്ന പാട്ടാണ്. നീ എന്താ എന്നെ തല്ലിക്കൊല്ലാൻ നിൽക്കുന്നു? അല്ല ചേട്ടൻ പാടിക്കും. അല്ല, നീ ഇങ്ങനെ നിൽക്കുന്നു, എന്നെക്കാലം പൂസാടെ നീ. അല്ല ചേട്ടൻ അടുത്ത് വന്നപ്പോ അതിന്റെ മോനെ പാടിക്കോ മോനെ, കുഴപ്പമില്ല. മോനെ ബാക്കി പോരട്ടെ, അടിപൊളിയായി കുട്ട. ശ്രുതിയിൽ
ഒന്ന് പാടാൻ പറ ചെല്ല്. ചേട്ടാ ശ്രുതിയിൽ നന്നായിരുന്നു, മനോഹരമായിരുന്നു. ചേർത്ത് ഒന്നുകൂടി. ആ ശ്രുതിയിൽ താളിട്ട് കൊടുക്കുമോനെ. ചരണം ചരണം, അനുപല്ലവി, പല്ലവി, തുണ്ടുപല്ലവി. മോനെ ഏതായാലും നമ്മുടെ ബാലചേട്ടന്റെ പെർഫോമൻസിന് ശേഷം വേദിയിൽ എത്തുകയാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന മറ്റൊരു താരം. നിരവധി ഗാനമേളകളിലൂടെ അടിപൊളി സിനിമാറ്റിക് ഡാൻസിനൊപ്പം ചുവടുകൾ വെച്ച് നിരവധി ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന സുപ്രസിദ്ധ ഗായിക മിസ് മായ. വെൽക്കം മായ. നിറഞ്ഞ കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മായയെ. ഇതാ മായ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തന്റെ അടിപൊളി പെർഫോമൻസിന് വേണ്ടി. ഇതാ മായയുടെ അടിപൊളി പെർഫോമൻസ് ആണ് വേദിയിൽ നിൽക്കാൻ പോകുന്നത്. മായ മോളെ കൊള്ളാം കേട്ടോ. താങ്ക് യു സാർ. മോള് മനോഹരമായിരിക്കുന്നല്ലോ മായ. മായ ഈ മുടിയൊക്കെ എങ്ങനെയാ മോളെ ചെയ്തെടുത്ത്? ഭയങ്കര ബ്രൗൺ ചെയ്യാൻ ഒരുപാട് കാശൊക്കെ വേണ്ടേ? ഇതല്ല സാർ, എനിക്ക് ഇഷ്ടിക കളത്തിലല്ലേ ജോലി. അപ്പൊ ഇഷ്ടിക ചുവന്ന് ഈ കളറായതാ. ശരി. മോളെ ഏത് പാട്ടാ പാടുന്നത്? ഈ നേരത്തിൽ അത് പാടി തകർത്തോ മോളെ. മോനെ ആ മ്യൂസിക് ഒന്നും ഇട്ടോ, പാട്ടും ഡാൻസും കൂടെ ഒരുമിച്ചാ ഗംഭീര പെർഫോമൻസ് വരാൻ പോകുന്നത്. ഓർക്കസ്ട്ര റെഡിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഏ മേരത്. നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. മോളെ കൂടി കയറി വന്നില്ലേ? മോളെ കൂടി കയറി വന്നില്ല ആദ്യം. അപ്പൊ സംഗതി ഒന്നും തോന്നില്ല. ഇല്ല, മോളാ പെർഫോമൻസിന് എന്നാ സംഗതിയാ. മോൾക്ക് ദൈവം വാരി കോരി തന്നിരിക്കുക ആ സംഗതി. കീപ്പിട്ട് അതൊന്നും കളയരുത് കേട്ടോ മോളെ. ഇല്ല സാർ. മോളെ മനോഹരമായി പാടി കേട്ടോ, നന്നായിട്ട് പാടി. മോളെ വേറെ കാര്യം മോളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഏത് പാട്ട് പാടുന്നത് ഫാസ്റ്റ് പാട്ട് ഇടയ്ക്കൊക്കെ പോയല്ലോ മോളെ. മോള് തുടങ്ങിയില്ലേ? അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അത് ഇടയ്ക്ക് വെച്ചൊന്ന് പോയില്ലല്ലോ. അല്ല മോളെ മോള് പാട്ടും ഡാൻസും കൂടി ഒരുമിച്ച് വന്നപ്പോ പോയി മോളെ. ഇല്ല, പോയില്ലായിരുന്നു. മോളാ ടോപ്പ് പാടിയില്ലേ? ഒന്ന് പാടിക്കേ. ആ ടോപ്പ് എത്തിയില്ലേ? അവിടെ വെച്ചൊന്ന് പോയി. മോളെ ഓർത്ത് നോക്കിയേ. പോയി. എവിടെ വെച്ചാ? ഇവിടെ. എങ്ങനെ വെച്ചാ? ദിൽ എന്ന് പറഞ്ഞപ്പോ. എവിടെ? എങ്ങനെയായിരുന്നു? ഇങ്ങനെ അങ്ങനെ ഇരുന്നപ്പോ പോയോ? മോൾ അങ്ങനെ
ഇരിക്കുമ്പോൾ നടക്കുമ്പോഴും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും നന്നായി മോളെ തെണ്ടിക്കോ. എനിക്ക് മാർക്കും SMS ഒന്നും വേണ്ട. കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് വീടൊക്കെ വിറ്റ് ഞാൻ ഈ പരിപാടിക്ക് വന്നത്. എനിക്കിനി ആരെങ്കിലും ഒരു ജീവിതം തന്നാൽ മതി. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാമോ? മോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇതുപോലെ ആർക്കും വേണ്ടാത്തവരെയും ആരും ഇല്ലാത്തവരെയും സ്പോൺസർ ചെയ്യുന്ന, എന്തിന് പറന്നു പോണ കാക്കേനെ വരെ സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് സ്വാഗതം ചെയ്യാം ആ സ്പോൺസറെ. കഡ്ഡസ് ജുവലറി, ഇനി മുതൽ കഡ്ഡസിന്റെ സ്വർണ്ണ തിളക്കം. മോള് ഗോളടിച്ചല്ലോ. ഇന്നു മുതൽ മോൾ ആരാ? ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ആർക്കും എപ്പോ വേണേലും പർച്ചേസ് ചെയ്യാം. ഇവളിപ്പോൾ സലാലയിലും തുറന്ന് പ്രവർത്തനം ആരംഭിക്കും.